ഭയങ്കര പഠിപ്പാണല്ലോ. ഈ പഠിപ്പൊന്നും വന്നിട്ട് പേപ്പറിൽ കാണുന്നില്ലല്ലോ. എന്താ അമ്മ അങ്ങനെ പറഞ്ഞ? എടി നിന്റെ ഈ പഠിപ്പും ട്യൂഷൻ പഠിപ്പും ഒക്കെ കഴിഞ്ഞാലേ 100 കിട്ടണം. എനിക്കെല്ലാം A+ കിട്ടിയില്ല അമ്മ. A+ വലിയ സംഭവമായി പോയി. A+ കിട്ടാൻ ട്യൂഷന് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി. ഞാൻ ട്യൂഷന് പോയതുകൊണ്ടാ അമ്മ A+ കിട്ടിയത്. ഒന്നുമല്ല, നിനക്ക് ആ പിള്ളേരുടെ കൂടെ ചുറ്റി തിരിഞ്ഞു നടക്കണം. അതിനാണ് നീ പോണേ, എനിക്കറിയാടി. അയ്യോ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോ? പിന്നെ എനിക്കറിയാത്തല്ലേ എന്റെ മോളെ. ഡീ, നിന്നോട് ആ ട്യൂഷൻ സാർ എന്തെങ്കിലും പറഞ്ഞ? എന്തെങ്കിലും പറഞ്ഞാന്ന്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്നോട് അയാള് പറഞ്ഞു. അമ്മയോട് എന്താ പറഞ്ഞ? നീ ട്യൂഷൻ ഫീസ് കൊടുത്തില്ലെന്ന്. അപ്പൊ അമ്മ ഇതുവരെ കൊടുത്തിട്ടില്ലേ? അതെന്താന്ന മോളെ, ഇന്നലെ അമ്മ അവിടെ നോട്ട് അടിച്ചായിരുന്നല്ല, പക്ഷെ ഉണങ്ങിയില്ലടി. ദേ അവിടെ വച്ചിട്ടുണ്ടോ, ഒന്ന് പോയി നോക്കി എന്റെ മോള് ഉണങ്ങിയാന്ന്. നാളെ ഇനി സാർ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നാണം കെടുത്തു. അമ്മ എന്താ ശരിക്കും കൊടുക്കാഞ്ഞ? ഒരൊറ്റക്ക് ഇഴുക്ക് വെച്ചിട്ട് ഞാൻ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയില്ലടി പെണ്ണെ, പിന്നെ എവിടുന്ന് കൊടുക്കാനാണെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാൻ ട്യൂഷന് പോകണ്ടാന്ന് വെക്കാം. അയ്യടി, അവള് കാത്തിരിക്കുവായിരുന്നത്. മുട്ടുകോള് അടിച്ച് ഇവിടെ ഇടും ഞാൻ. പോയി പഠിച്ചു വല്ല ജോലി ഉണ്ടാക്കിക്കോണം. ഇനിയിപ്പൊ അയാൾക്ക് ഇവിടുന്ന് പൈസ കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കണത്. അമ്മേ, പറ. എന്റെ സ്കോളർഷിപ്പിന്റെ പൈസ ഇല്ലേ, അതെടുത്തടക്കാം. കൊറേ നാളായി ഷിപ്പ് വന്നു തുടങ്ങിയിട്ട്, ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. ഇന്ന് എന്തായാലും വന്നിട്ടുണ്ടാവും. ഞാൻ പോയി ATM നോക്കിയിട്ട് വരാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. എന്നാ അമ്മ പോയി റെഡി ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് ATM പൈസ എടുത്തിട്ട് മാഷിന് കൊടുത്തിട്ട് വരാം. അമ്മേ, 1000 രൂപ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ എടുത്തോണ്ട് വാ. പക്ഷെ ഇല്ല. നീയല്ലേ പറഞ്ഞ വന്നിട്ടുണ്ടെന്ന്. അതല്ല അമ്മേ, നോക്കിയേ, 532 രൂപ ബാക്കി എവിടെ? അപ്പൊ ഇപ്പൊ എന്തോരം പൈസ പോയി? അത് 468. 468 രൂപ കാണാനില്ലേ? പോയി നോക്കടി, അവിടെ എങ്ങാനും ഉണ്ടാവും. അവിടെ ഒന്നും ഉണ്ടാവില്ല, ATM മെഷീനല്ലേ. എന്നാലും ഇത്രയും പൈസ ഇത് എവിടെ പോയി? പിന്നെ എന്താണ് പ്രശ്നം? അല്ല, ഇവളുടെ സ്കോളർഷിപ്പിന്റെ 1000 രൂപയെ ഇതിലുണ്ടായി, പക്ഷെ കുറച്ച് പൈസ കാണുന്നില്ലെന്ന്. എന്റെ ദൈവമേ, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അതിന് നിങ്ങടുത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് എന്തൊരു ഭ്രാന്താണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്കിൽ പോയി ചോദിക്കും, അതാണ് നല്ലത്. ബാങ്കിൽ ചോദിച്ചാൽ കിട്ടോടി? ചോദിച്ചോക്കാം. എന്നാ പിന്നെ നടക്കും, എന്തും കാണാൻ നിക്കണേന്. സാർ, അതാണ്. അതെ, മോളുടെ സ്കോളർഷിപ്പ് പൈസ വന്ന 1000 രൂപയെ, പക്ഷെ അക്കൗണ്ടിൽ നിന്ന് 468 രൂപ കാണുന്നില്ല. എന്താണ്? ഇവളുടെ അക്കൗണ്ട് ഇവിടെ ഉണ്ട്, സ്കോളർഷിപ്പ് വന്ന അക്കൗണ്ടേ. ശരി, അതിൽ 1000 വരേണ്ടത്. പക്ഷെ ഇപ്പൊ ATM പോയി നോക്കി, അപ്പൊ അതിൽ നിന്ന് 468 രൂപ കാണാനില്ല. അങ്ങനെ വരാൻ പറ്റില്ല. അക്കൗണ്ട് നമ്പർ പറയും. സുലോചന അല്ലേ? ഞാനാകെ പേടിച്ചു പോയി നിങ്ങളുടെ 400 രൂപ കാണാൻ പറഞ്ഞപ്പോ. ഇത് കേസ് എന്താറിയോ, നിങ്ങൾ ഇവിടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത കാരണേ അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്ത് പോണാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആ കാശ് അങ്ങനെ പോയിട്ടുള്ളതാണ്. സാറാ, അതെങ്ങനെ ശരിയാവും? ഇവളുടെ അക്കൗണ്ടിലെ പൈസ ഇവളോട് ചോദിക്കാതെ എങ്ങനെയാ നിങ്ങൾ എടുക്കണേ? എന്തൊരു കഷ്ടം. നിങ്ങൾ ബാങ്കിലാണ് വന്നിരിക്കുന്നത്, ഓർമ്മ നിങ്ങൾക്ക്? ആ ബാങ്കിലാണ്. ബാങ്കിൽ ഇവളുടെ അക്കൗണ്ടിലാണല്ലോ സ്കോളർഷിപ്പ് വന്നത്. അത് ഇവളോട് ചോദിക്കാതെ എങ്ങനെ നിങ്ങൾ എടുക്കണത്? നിങ്ങളുടെ പേരെന്താണ്? മണ്ടോതി. മണ്ടോതി അമ്മ, നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ ഇവിടെ ഇട്ട പൈസ ഞങ്ങൾ എന്റെ കയ്യിൽ കൊണ്ടുവന്നല്ലോ, ബാങ്കിൽ ഇട്ട പൈസ അല്ലേ? അതല്ലേ ചോദിക്കണേ, ഇവർക്ക് ഫീസ് കൊടുക്കാനുള്ളതാണെന്ന്. അതാണ് പറയണത്. ഇവിടെ ഫീസ് കൊടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ബാങ്കിന്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾ ട്രാൻസാക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാത്ത കാരണം മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഫൈൻ ആയിട്ട് നിങ്ങളെ പൈസ കട്ട് ചെയ്ത് പോയതാണ്. സാർ എന്ത് പറഞ്ഞാലും എനിക്ക് ആ 468 രൂപ കിട്ടണം. നിങ്ങൾക്ക് നാളെ ഈ ജാതി 1000 ഉറുപ്പിക ഇട്ടത് 450 പോയതിന്റെ കണക്ക് പറയാനായിട്ട്. എന്നൊരു കാര്യം ചെയ്യും, ആ 468 സാറതാ. ഈ ജാതി ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? അപ്പൊ സാറിന് അത് പൊള്ളും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എന്ന് പറയുമ്പോ ഞങ്ങൾക്കും പൊള്ളും. സാറിന് തരാൻ പറ്റുമോ? പൈസ എന്റെ മണ്ടോതിരി മേഡം, നിങ്ങൾ പറയും കേക്ക് ഇവിടെ 100 കൂട്ടം പണി എനിക്ക് നിങ്ങളുടെ 450 കണക്ക് നോക്കിയിരിക്കലല്ലേ എനിക്ക് ഇവിടെ പണി. അപ്പൊ തരാൻ പറ്റൂല. എവിടെ നിന്ന് തരണി ഞാൻ? അത് മേടിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കാശ് ഞാൻ കട്ടുകൊണ്ടേതാണ്. അതറിയണല്ലോ. വേറെ 100 കൂട്ടം പണിയെടുക്കുന്നു ഇവിടെ. അതിന്റെ 450 ഉണ്ണി ഇതെവിടെയാണ്? ഈ കഴുതൊക്കെ ഷൂട്ടിംഗ് ആണ് വലുത്. നമ്മുടെ മനുഷ്യന്റെ തല മുടിഞ്ഞിരിക്കുകയാണ്, അതിന് പോയിരിക്കുകയാണ്. സിനിമ ഷൂട്ടിംഗ് നടക്കണം. ഒരു വരങ്ങട് ഒരു അന്തം ഒന്നുമില്ലാത്ത ആൾക്കാരെ കയറ്റി വിടുകയാണ് മാനേജറിന്റെ ക്യാബിനിലേക്ക്. മതിനി എന്താ ചെയ്യണ പണിന്ന് കൂടി മറന്നു പോയി. ഈ അടങ്ങറായി വിട്ട് ബാബു, 1.5 മണിക്കൂറോ ഞാൻ ATM-ന്റെ മുന്നിൽ കിടന്ന് തിരിഞ്ഞളിച്ച്. ഇത് ഏടെ പോകാനുണ്ടത്? അല്ല പൈസ വാങ്ങിട്ടായിരുന്ന പൈസ ഇട്ട് പൈസ ഓൻ പൈസ ഇടാത്തതിന് മുമ്പ് തന്നെ ഞാൻ ATM പോയി കുറെ നേരം നോക്കി. അപ്പോഴൊന്നും വന്നില്ല. പിന്നെ അവൻ വിളിച്ചാൽ ഞാൻ തപ്പ ഇട്ടിക്കണ് ഈ ധൈര്യമായിട്ട് നോക്കിയോന്ന്. പിന്നെ ഇങ്ങോട്ട് പോയി. അതല്ല എനിക്ക് അറിയാത്ത 3000 ഉറുപ്പ്യ ഓൻ ഇട്ടെന്ന് അറിഞ്ഞതേ 1.5 മാസമായി ഓൻ്റെ അടുത്ത് കടം പേടിച്ചിട്ട്. അങ്ങനെ ഓനോട് പറഞ്ഞിട്ടാണ് ഇന്ന് പോട്ട് ഇട്ട പൈസ കാണുന്നില്ല അറിഞ്ഞാൽ ഇത് എവിടെ പോകണ്ടാണ് ശരിക്കൂ. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല എങ്ങടാ പോണെന്ന്. ഇനിയിപ്പോ എന്താ കാട്ടു പോകുക? ബാങ്കിലൊന്ന് പോയാലോ ഞാൻ? അതെ, ബാങ്കിൽ പോവാം. ആദ്യം ഹോസ്പിറ്റലിലെ കാര്യം നടക്കണ്ടേ? അതാണ് ഇടങ്ങേറ്. ആടെയാണെങ്കിൽ ഒരുപാട് മരുന്നിനും ടെസ്റ്റിനൊക്കെ എത്തിയിട്ട് പെണ്ണുങ്ങൾ കാത്തിക്കുക. എന്റെ അടുത്തപ്പോ ഞാൻ കാട്ടുക. ഈ ഒരു വഴി പറയും, എന്റെ അടുത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടാവൂ. എന്ന് തിരിച്ചു നിങ്ങള്? ഞാൻ ഒരാഴ്ചന്റെ ഗ്യാപ്പിൽ തരാം. 3 ദിവസത്തോടെ കിട്ടോ? ഞാൻ അടുത്ത് മറിച്ചിട്ട് തരാം, എടുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ളതും വീട്ടിലുള്ളതും കൂടി കൂട്ടിയിട്ട് 135 കണ്ടാ മതി, ഞാൻ തരാം. 110 ഉറുപ്പ്യ ഇതിന് മൂക്കിൽ വലിക്കാനാ? ഓൺലൈനിൽ തരാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചൊരു 3000 ഉറുപ്പ്യ തരുമായിരിക്കും. 3000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടിവിടാൻ പറ്റില്ല, വേറെ ആരുടെ കൂടെ. ബാബു ഒരു എന്തെങ്കിലും വഴി പറഞ്ഞോണ്ടോ? ഈ വഴി ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ ബാങ്കിലേക്ക് പോകാൻ നിൽക്കണ്ട. ആ ഫോൺ എടുത്തിട്ടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും ബാങ്കിലെ, ഓരെ വിളിച്ചാലോ? ഓർണൊന്ന് വിളിച്ചു നോക്ക് എന്താ അവസ്ഥ അറിയാലോ. വിളിക്ക്, ഇപ്പൊ തന്നെ വിളിച്ചോ. ബാങ്ക് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. 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 ഞങ്ങളുടെ സേവനങ്ങൾക്കായി 1 അമർത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി 2 അമർത്തുക. 2. സംശയ നിവാരണത്തിനായി 3 അമർത്തുക. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചതിന് നന്ദി. നന്ദി. എന്റെ നമ്മൾ ഉപയോഗിച്ച പറയാത് 1, 2, 3 പഠിപ്പിച്ചില്ലേ, അതിനായിരിക്കുള്ള നന്ദി. എന്തൊരു കഥയാണ്. അതാ മെസ്സേജ് നോക്ക്, ഉണ്ടോ? അപ്പൊ വിളിച്ചിട്ട് കൈ പോയതുണ്ടോ? ഉള്ള കൈ അങ്ങനെയും പോയി. എന്തിട്ട ഇതിന്റെയൊക്കെ നിലപാട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൈസ പോയത് പക്ഷെ എന്തൊരു ഇടങ്ങറ്. ഇനിയിപ്പോ എന്താ കാറ്റപ്പോ നോക്കാൻ ബാങ്കിൽ പോയി ചോദിക്കുക. അപ്പൊ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ, തിരിച്ചു കിട്ടും. കാര്യം നടക്കണ്ടേ? അവിടെ പോയി നേരിട്ട് എടുക്കാനല്ലോ, എഴുതി കൊടുത്താൽ പോലെ. എഴുതി കൊടുത്താൽ മതിയാവും. ഈ പോരണോ? പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വിശക്കണത്. ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. എന്തൊരു കഥയാണ് റബ്ബേ. അസ്സലാമു അലൈക്കും. ഹലോ ബോസ്, ഇടത്തെ കുമ്പിട്ടിക്കണ്. അസ്സലാമു അലൈക്കും. മാനേജറല്ലേ? ബാങ്കിലെ മാനേജറല്ലേ? ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. എന്താണ് കാര്യം? ശരിക്കുള്ള മാനേജർ ലീവാ. നിങ്ങളുടെ ആവശ്യം എന്താണ് അത് പറയും. കംപ്ലൈന്റ് പറയാനാണ്. പറഞ്ഞോ. നമ്മളെ ഒരു മൊയ്തു എന്റെ അമ്മായിമ്മ സുഖയിലേണ്ട കാസലിറ്റിയിലാണ്. ശ്വാസമുട്ടലൊക്കെ ആയിട്ട് 3 ദിവസമായിട്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഈ പറഞ്ഞോളി. അല്ലാതൊന്നും ഞാൻ കേൾക്കേണ്ട കാര്യമല്ലോ. അല്ല, അതിലേക്കാ പോണേ. അപ്പൊ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടേ. കാര്യത്തിലേക്ക് കടന്നോ. പ്രശ്നം എന്താണ്? അപ്പൊ സുക്കൂർ, നമ്മളെ ചെങ്ങായി സുക്കൂറിന്റെ ഓഎനിക്ക് കുറച്ച് കായ് കടം തരാണ്ടേ. അപ്പൊ ഓനോട് ഞാൻ ഈ സംഭവം ഒക്കെ പറഞ്ഞപ്പോ ഒന്ന് കായിടാ ഈ ATM എടുത്തോന്ന് പറഞ്ഞു എന്നോട്. ഇപ്പോഴത്തെ കുഴപ്പം എന്താണ്? ഇപ്പത്തെ കുഴപ്പം എന്താ വെച്ചാല് ഓൻ കായ് ഇട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. രാവിലെ കുറെ ഞാൻ പോയിട്ട് ATM നോക്കി, ATM കിട്ടിയില്ല. അവസാനം ഓൻ പറഞ്ഞു ഇപ്പൊ ഇട്ടിക്കണ് ഈ എടുത്തോന്ന് പറഞ്ഞു. എടുത്തോന്ന് പറഞ്ഞ് ഞാൻ കാർഡ് ഇട്ട് എടുത്തപ്പോ അതിന്റെ അകത്ത് കായില്ലാന്ന്. അങ്ങനെ ഓട്ടെന്ന് പറഞ്ഞ് നമ്മള് എടുക്കുമ്പോ കായില്ലാന്ന് എഴുതി കാണിക്കുക. അതെന്താ അങ്ങനെ വരുന്നത്? പേര് മൊയ്തു MC. അക്കൗണ്ട് നമ്പർ പിന്നെ 26 അവസാനത്തെ 26 17 30 26 17 30 എന്താ പാത്തുക? അല്ലോ അത് പെണ്ണുങ്ങളുടെ. എന്റെ പറഞ്ഞുതരാം ഒറ്റ മിനിറ്റ് ഇവിടെ ഉണ്ട്.
16 16 00 16 00 അത് 00 വെട്ടിക്കളി നിങ്ങൾ തമാശ 00 മായ്ച്ചാലേ അതല്ല 00 അല്ല അത് മായ്ച്ചാലേ അവിടെ തട്ടാണ് കീബോർഡ് കൊള്ളു നിങ്ങൾ മായ്ക്കാൻ പറഞ്ഞ നിങ്ങൾ മായ്ക്കില്ല പിന്നെ ഞാണ്ട് മായ്ച്ചപ്പോ എററാക്കരുത് എന്തൊക്കെ കാണിക്കുന്നു അത് ശരിയാക്കി എററാക്കിയ ശരിയാക്കി കുറച്ച് നീ ഇതിൽ കാര്യം പറഞ്ഞാൽ ഞാൻ ചെറു 16 ഒരു 0 ഉള്ളേ നിനക്ക് ഒരു മിനിറ്റ് തമാശ അതിന്റെ മുകളിലൊക്കെ കൊണ്ടത് കൈയിട്ട് തട്ടിട്ട് ആ പറയും 16 0 16 00 00 ഇല്ല ഒരു 0 ഉള്ളൂ 16 0 99 1 അതിൽ നോക്കി അതിലുണ്ടാവും ആ ഇല്ലേ മൊയ്തു മൊയ്തു എത്ര കായുണ്ട് നോക്കി എത്ര കായി എന്ത് 638 638 ഈ 638 റുപ്യയിലിട്ടാണ് നിങ്ങൾ 3000 എടുക്കാൻ നോക്കിയത് അല്ല ഈ 3000 ഇട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കൂലേ അതിന്റെ നോക്കി നിങ്ങള് അതിവിടെ നിങ്ങൾ ഇട്ട പൈസ ഉണ്ടെങ്കിൽ കാണുന്നത് അതാ നോക്കി അതാ കണ്ടോളൂ ഇതാ 3000 റുപ്യ വന്നിട്ടുണ്ട് ഇവിടെ എത്ര മണിക്ക് അത് 1 മണിക്കാണ് ഒരു മണി പോയി ഈ 3000 റുപ്യ പോയി 3000 റുപ്യ എവിടെ പോകാനാണ് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾ ഇവിടെ അക്കൗണ്ട് ചേർന്നിട്ടേ ഒരു പോക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇതൊരു ബാങ്കാണ് ഇവിടെ ട്രാൻസാക്ഷൻ നടക്കണം എന്നിട്ട് അതാണ് നിങ്ങളുടെ 3000 റുപ്യ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് അതും നോക്കി ഇരിക്കല്ല ഞങ്ങൾ ഇവിടെ ഒന്നില്ലെങ്കിൽ മിനിമം ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിന് സർവീസ് ചാർജ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും സർവീസ് ചാർജ് കട്ടായ ഇപ്പൊ നിങ്ങളെ പൈസ ഇവിടെ ഫണ്ട് ഉണ്ടായിരുന്നില്ല ക്യാഷ് വന്നു പറഞ്ഞാൽ സർവീസ് ചാർജ് കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുത്തു മുഴുവൻ എടുത്തു മുഴുവൻ എടുത്തു അതാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ബാക്കി എത്രയുള്ളതെന്ന് പറഞ്ഞ് അതിന്റെ ബാക്കി ഇപ്പൊ 638 റുപ്യ ഉണ്ട് എന്തൊരു കഷ്ടാണ് റബ്ബേ ഇത് അയ്യോ ഇതെന്താ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ് ഇതെന്താ നിങ്ങൾ ATM കാർഡ് ഇട്ടിട്ട് ചീട്ട് കളിച്ചിരിക്കുകയാണ് മുഷിയല് എന്ത് സംഭവം 67 പ്രാവശ്യമാണോ നിങ്ങൾ ATM കാർഡ് ഉപയോഗിച്ചിരിക്കണം മനുഷ്യ പ്രാന്താണ് നിങ്ങൾക്ക് ഇതെന്താ നിങ്ങൾ നോക്കി കായുണ്ടോ നോക്കിയതാണ് 67 പ്രാവശ്യം കിട്ടണ്ടേ ഞാൻ പറഞ്ഞില്ല അമ്മായിമ്മ ആശുപത്രി കിടക്കല്ലേ മരുന്ന് മേടിക്കാൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇവരോട് പൈസ ഇടാൻ പറഞ്ഞ് ഞാൻ വന്ന് നോക്കണത് 11 മണി മുതൽ ഞാൻ എന്റെ മുമ്പിലാ നിങ്ങൾ ഈ നിൽക്കുന്നവർക്ക് വേറെ ക്യൂല ആളൊന്നും ഉണ്ടായിരുന്നില്ല 67 പ്രാവശ്യം ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോ അല്ലേ അവിടെ ആരും ഉണ്ടായില്ല നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം എന്താണ് അതാ കേട്ടോളൂ 5 പ്രാവശ്യമാണ് മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളത് ഫ്രീ ആയിട്ട് കിട്ടിയമോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണ സർവീസ് ചാർജ് അങ്ങോട്ട് കൊടുക്കണം ബാങ്കിന് പഠിച്ച റബ്ബേ എത്രയായി എത്ര കാര്യമാണെങ്കിൽ അത്ര 67 പ്രാവശ്യം ഇട്ട് വലിച്ചിരിക്കുകയാണ് അതിനൊക്കെ വായു പിന്നെ അല്ലാണ്ട് എന്തടങ്ങറാണ് ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ എഴുതി തുടങ്ങാൻ അതിന്റെ മുന്നില് എന്തിനെ പിന്നെ മലയാളത്തിൽ വേറെ എഴുതി വെക്കണത് ഈ കാർഡ് അപേക്ഷിക്കുമ്പോൾ കുറെ ഫോമൊക്കെ അവിടെ ഒപ്പിട്ട് കൊടുക്കണല്ലോ അതൊക്കെ ഇംഗ്ലീഷിലല്ല മനുഷ്യൻ ഇത് ആർക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവണത് സാധാരണക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയ കഷ്ടട്ടോ ഇതൊക്കെ നിങ്ങൾ എൻക്വയറിയിൽ പോയി അന്വേഷിക്കുക അല്ലാതെ ഇവിടെ മാനേജറിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ തിക്കുന്നായിരിക്കും കാര്യം പിന്നെ അവിടുത്തെ ചോദിക്കുമ്പോ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാനാണല്ലോ പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കാണാതെ എന്ന് പറഞ്ഞ അതിനല്ലേ ഞാൻ നോക്കിയത് എന്തായാലും എല്ലാം കൂടി അലാക്കിന്റെ അവലും കഞ്ഞ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ എന്നിട്ട് ഓളെ വിളിച്ച് ഏതോളെ കസ്റ്റമർ കെയറിൽ ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ അവളോട് വർത്താനം പറയണേ ഓളെ വിളിച്ചപ്പോൾ അത് വേണമെങ്കിൽ 1 കുത്തി മറ്റേ പേട് 2 കുത്തി എന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ച് പിരാന്ത് വന്നിട്ട് ഞാൻ മൊബൈലായിട്ട് ഓഫാക്കിയപ്പോ മെസ്സേജ് വന്നിട്ട് അതിനും പോയിക്കണ് കായിന്ന് ഇതെങ്ങനെയാ പോവല് നിങ്ങൾക്ക് തമാശ കളിക്കാനാണ് കസ്റ്റമർ കെയർ അത് ശരിയാ പോക്ക് തമാശ കളിക്കാം 1 കുത്തി 2 കുത്തി എന്ന് അറിഞ്ഞിട്ടില്ലേ അത് കമ്പ്യൂട്ടറാണ് വേറെ വിവരക്കേട് പറയല്ലേ ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് എണീറ്റാൽ ഈ കുത്തിരുന്നതിനുള്ള ചാർജ് ഈടാക്കും നിങ്ങൾ ഈ നിലയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാർജ് ഈടാക്കേണ്ടി വരും അത്രയ്ക്ക് പണി ചിറ്റിക്കണം നിങ്ങൾ അത് ചെയ്യും നിങ്ങള് അതിലപ്പുറം ചെയ്യും വല്ലാത്ത ദ്രോഹമാണ് സാറേ നിങ്ങൾ സാധാരണ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് കാണിച്ചത് ഞങ്ങള് പിന്നെ അല്ലാണ്ട് ദ്രോഹല്ലേ അത് വിവരക്കേട് പറയണം ശരി ഞാൻ പറഞ്ഞൊക്കെ മറന്നാളികൾ എല്ലാം മാറ്റാളേ ഒരു 3000 രൂപ ലോൺ കിട്ടും എനിക്ക് പേഴ്സണൽ ലോൺ കിട്ടുമോ നിങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് നേരില്ല എനിക്ക് നിങ്ങളെ ബാങ്കിലേക്ക് കടത്തി വിടാനുള്ള സംസ്കാരം ഇല്ല എനിക്ക് തരൂല നിങ്ങൾ എനിക്ക് പോവാൻ നോക്കി പോവാണ് മനുഷ്യനെ പക്ഷെ നിങ്ങൾ സാധാരണക്കാരെ വിഷമങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അമ്മായിമക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കായ്ക്ക് നടക്കണേ അതുങ്ങൾ ഓർത്തോളി നിങ്ങൾക്ക് കൊണ്ട് പെരയിൽ അമ്മായിമൊക്കെ ഒന്ന് ഓർത്താൽ മതി സാധാരണക്കാരെ വിഷമം മനസ്സിലാക്കണോ കിട്ടിയ കായ് മുഴുവൻ പിടിച്ചു വെച്ചോളി നിങ്ങൾ എല്ലാം പിടിച്ചു വെച്ചോളി കൊണം പിടിക്കൂല നിങ്ങളെ ബാങ്ക് ഇടിച്ചു മാറ്റി വീഴും നിങ്ങളെ ബാങ്ക് നോക്കിക്കോളി ആ ലാക്കില് ബാങ്ക് ഉണ്ടാക്കി വെച്ചിക്കാൻ ഉണ്ണിയല്ല മണ്ണുണ്ണി എന്താ ഈ ജാതി ആൾക്കാർ എവിടുന്ന ശീതള അതെ നമ്മുടെ മന്മഥ സാർ ഇവിടെ കാത്തിരിക്കുകയാണ് എന്താ അയാളുടെ ലോണിന്റെ കാര്യം എന്ത് പ്രശ്നം താനൊരു കാര്യം ചെയ്യാൻ സാധനമായിട്ട് പോവാ അല്ല സാറേ പിന്നെ ഇത് വൈഫിന്റെ പേരിൽ ഞാൻ നേരത്തെ ഇവിടുന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ ഒരു 3-4 ഗഡുക്കൾ പെൻഡിങ് ഉണ്ട് കേട്ടോ അയ്യോ അതുകൊണ്ട് എന്തെങ്കിലും അത് പ്രശ്നമാണ് അപ്പൊ നമുക്ക് ലോണ് പാസ്സാക്കാൻ പറ്റില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ തന്നെ FD-യിൽ ഒരു 80 ലക്ഷം ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ അതങ്ങ് വലിക്കാം അത് വെക്കണ്ട
അത് ഇളക്ക് വേണ്ട, അത് അവിടെ കിടക്കട്ടെ. അല്ല അപ്പൊ പിന്നെ നമ്മുടെ ഈ പെൻഡിങ് ഉള്ള ലോണിന്റെ പെൻഡിങ്ങില് അതൊരു കാര്യം ചെയ്താൽ മതി. അത് സാറ് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശായിട്ട് അങ്ങനെ അടച്ചു തീർത്താൽ മതി. അപ്പൊ ഈ ലോൺ സാങ്ഷൻ ആക്കാതെ പ്രശ്നമൊന്നും ആവില്ല? ഇല്ല, അതിപ്പോ ഞാൻ സൈൻ ചെയ്താൽ മതിയല്ലോ. അത് മതി അല്ലേ? ആ, പക്ഷെ അത് അടച്ചു തീർക്കണമെന്നേ ഉള്ളൂ. ഓ എന്റെ സാറേ, സത്യം പറയാലോ, സാറിന് മുമ്പ് ഒരു മാനേജർ ഇവിടെ ഇരുന്നു, ഒരു മുരടൻ, വെറും മുരടൻ. ആൾക്കാരോട് ഇടപെടാനും അറിയില്ല, നമുക്ക് ഇങ്ങോട്ട് വരാനേ തോന്നില്ലായിരുന്നേ. അത് പീതാംബരൻ സാറ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, പഴയ ആളാണ്, എല്ലാ നിയമവശങ്ങളും അറിയാം, എന്നെ പോലെയല്ല. എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിക്കണം. സാറിന് ഇപ്പൊ ഇവിടുത്തെ ഒരു വക അറിയില്ലെങ്കിലും സാറിന് മനുഷ്യന്റെ അടുത്ത് ഇടപെടാനോ, അതാണ് വേണ്ടത് സാറേ, അത് വേണം. നമസ്കാരം. ഓ നമസ്കാരം. എന്താ ചെയ്തില്ല? എന്താ പ്രശ്നം? അല്ല സാറോ, വേറെ ഒന്നല്ല, സാറിന്റെ വൈഫ് ഇതിന് മുൻപ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓ, അതിനൊരു 6 months ഡ്യൂ ഉണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അത് സാറ് ഇടയ്ക്കിടയ്ക്ക് അടച്ചു തീർത്തോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ജോയിന്റ് ആണല്ലോ. എന്റെ ഭാര്യയല്ലേ ഒരു പ്രോപ്പർട്ടി? അതെ. അല്ല, ഞാൻ ചോദിക്കണം അതല്ല, ഇതിപ്പോ ഈ ഡ്യൂ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോൺ പാസ്സാക്കാൻ പറ്റില്ല, അതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ സാറിന്റെ റിസ്കിൽ അത് സൈൻ ചെയ്ത് ലോൺ പാസ്സാക്കാം. മതി. പക്ഷെ സാറിന്റെ റിസ്കിലാണ് അത് ചെയ്യുന്നത്. ജോലിയെ ബാധിക്കും സാറിന്റെ വർക്കിനെ. അല്ല സാറേ, അതിപ്പം സാറിന്റെ ജോലിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ റിസ്ക് എടുത്ത് അത് ചെയ്യണ്ട. ഞാൻ 80 ലക്ഷം ഫിക്സഡ് അതിഞ്ഞോട്ട് ഞാൻ അത് വേണ്ട, അത് ഇളക്ക ചെയ്യരുത്. അത് ഇളക്കി ആകെ പ്രശ്നമാണ്, ചോദ്യങ്ങളൊക്കെ വരും. ഞാനൊരു കാര്യം, ഞാൻ ഇത് സൈൻ ചെയ്തേക്കാം കേട്ടോ. ഇതിപ്പോ ഈ പെൻഡിങ് ആയെന്ന് പറയുമ്പോ ഞാന് പിന്നെ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ മനഃപൂർവ്വം അടയ്ക്കാത്തത്. കാരണം ഈ GST പ്രശ്നമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അടയ്ക്കാന്ന് വെച്ചിട്ടാ കേട്ടോ. നമ്മുടെ എത്ര വർഷമായിട്ട് ഈ ബാങ്ക് അതുകൊണ്ട് വേറെ പ്രോബ്ലം ആയിട്ടില്ല സാറേ, ജനുവിറ്റിയിൽ പ്രോബ്ലം ആയിട്ടല്ല. അത് ഒരു കുഴപ്പമില്ല. ചെയ്തല ഒരു കാര്യം ചെയ്യാം, എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശരി. ശരി, കർക്കശക്കാരനല്ലേ? ഒരു കുഴപ്പമില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാം. അതല്ലേ, ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചെന്ന് ചോദിക്കണതാ. പക്ഷെ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഇവിടെ മാനേജറായിട്ട്. പിന്നെ സാറിനോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാതിരിക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ നല്ല വലിയ തുകയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ വരണമെങ്കിൽ അവരെ മെല്ലെ എൻ്റെ ഫിനാൻസിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് കൊടുക്കാം. സാറിന് ഞാൻ അതിന്റെ വേണ്ട രീതിക്ക് ചെയ്യാം. എന്റെ പൊന്ന് സാറേ, എനിക്ക് ഈ വക പരിപാടികളൊന്നുമില്ല, എനിക്കിതൊക്കെ പേടിയാണ്. പേടിയാണെങ്കിൽ വേണ്ട, സാറിനും കൂടെ ഗുണമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഗുണമേ എനിക്ക് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ സന്തോഷം. ഓക്കെ, സന്തോഷം. പിന്നെ സാറേ, വല്ലപ്പോഴും ഒക്കെ ഈ ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. എപ്പോഴും അയാൾ ആശ്രയിച്ചിരിക്കരുത് കേട്ടോ. ഭാഗ്യം കാരുണ്യ ലോട്ടറി. ഭാഗ്യം കാരുണ്യത്തിലുണ്ട്. കാരുണ്യ ലോട്ടറി എടുക്കൂ, പാവപ്പെട്ട രോഗികൾക്ക് ഒരു കൈത്താങ്ങാകൂ. പൗർണമി തന്റെ നീലിച്ച കമ്പളം പ്രകൃതിയുടെ വരദാനം പോലെ അങ്ങനെ കുടഞ്ഞു വിരിച്ചിട്ടിട്ടുണ്ട്. അകലെ എവിടെയോ ഒരു മുന്നറിയിപ്പിന്റെ സങ്കീർത്തനം പോലെ കൂമൻ തന്റെ പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ടേയിരിക്കുന്നു. നിദ്ര അയാളുടെ മിഴികളെ വിട്ടകന്ന് എവിടെയോ കുടിയിരിക്കുകയായിരുന്നു. സാറേ, ഈ കുടിയിരിക്കുക ഇവിടെ കുടിയിരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശം എന്നറിയാം. എന്താണ് കുടിയിരിക്കുക എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കുടി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റും, അത് പറ്റില്ല. ഈ സന്ദർഭത്തിൽ കുടിയിരിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അല്ലല്ല, ഞാൻ ഈ കണ്ണടച്ചിരിക്കുമ്പോ നമുക്ക് ആഴത്തിലിറങ്ങി ചെന്ന് ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെ ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്നോണ്ടായിരിക്കും മോദി സാർ ചെരിഞ്ഞു പോകുന്നത്. സുലു ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പിന്നെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോ അയാൾ ഓർത്തു പോവുകയാണ് കരുണ പറ്റിപ്പോയ ഈ കാലത്ത് ആരുണ്ട് തന്നെ രക്ഷിക്കാൻ. എന്താലേ ഭയങ്കര വരി. ആരെഴുതിയാണ് ഈ പദ്യോ? ഇത് പദ്യല്ല, ഗദ്യല്ലേ? ഗദ്യാണ്. അത് ആരെ എഴുതിയത് ശരിക്കും? എന്റെ കഥയാണിത്. നിങ്ങൾ എഴുതിയാണിത്? സുറുമോടെ കേട്ടെങ്കില് നിങ്ങൾ ഇവിടെ ഒന്ന് കുത്തിരിക്കേണ്ട മനസ്സിന് കേട്ടോ സത്യസാറേ. ബാക്കി കേക്ക്. ബാക്കി മനുഷ്യരെല്ലാവരും സ്വാർത്ഥതയുടെ ഗുഹാന്തരങ്ങളിൽ അങ്ങനെ നിദ്ര കൊള്ളുന്നവരാണ്. അത് നമ്മള് മനുഷ്യന്മാര്. കാരുണ്യം, കരുണ പറ്റിയിട്ടുള്ള വാക്കുകളാണ്, എഴുതി വെക്കാൻ മാത്രമുള്ള ഒരസ്തിത്വമാണത്. കരുണ പറ്റിയ വാക്കുകളാണെന്ന് സാർ ഉദ്ദേശിച്ചത് ഈ ഓഫീസിനെ ഉദ്ദേശിച്ചാണോ? അപ്പൊ നിങ്ങൾ എന്റെ കഥ കേട്ടോ? ഓ, എങ്ങനെയുണ്ട് എന്റെ കഥ? വാക്കുകളുടെ ആ പ്രയോഗം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സാറ് ഉപയോഗിച്ച പദങ്ങൾ അത്ര അങ്ങോട്ട് നല്ലതല്ലായിരുന്നു സാർ. അല്ല, നിങ്ങൾ ഇതിന് മുമ്പ് ഈ ഓഫീസിൽ വന്നിട്ടുണ്ടോ? ഒരു തവണയല്ല, ഒരുപാട് തവണ വന്നിട്ടുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത്ര നല്ലതല്ലാത്ത ഏത് പ്രയോഗമാണ് ഞാൻ പ്രയോഗിച്ചത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാറ് പ്രയോഗിച്ചത് അങ്ങോട്ട് മാറി വെക്ക്, വിളിക്കുമ്പോ വന്നാ മതി, നാശങ്ങള് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മൊയ്തു സാറേ, നമുക്ക് കഥ ലഞ്ച് ബ്രേക്കിന് വായിക്കാം. ഇപ്പോ മനസ്സത്ര ശരി. മണ്ടോദരി എന്നല്ലേ പേര്? അതെ. നിങ്ങളുടെ അച്ഛന്റെ വയറ്റിൽ എന്തോ മുഴയോ അങ്ങനെ എന്തോ ഒരു കേസല്ലേ? അപ്പൊ മേഡത്തിന് ഓർമ്മയുണ്ടല്ലേ, എന്റെ അച്ഛൻ സുമേഷ്, അച്ഛന്റെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അതൊന്ന് ഓപ്പറേഷൻ ചെയ്യണം. അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ പൈസക്ക് അപേക്ഷിച്ചത്. ഓ, ആ കേസ് ഇവരുടെയാണ്. അതിനെന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഉണ്ട്. അതെ, നിങ്ങളെ അച്ഛന്റെ പേരെന്താ പറഞ്ഞേ? സുമേഷ്. ഈ സുമേഷേ മഴു വീങ്ങിയതാണോ അതോ മൊയ ഉണ്ടായതാണോ? സാറെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്ന അപേക്ഷയിലേ വയറ്റിന്റെ അകത്തൊരു മഴു എന്നാണ് എഴുതിയത്. അത് വല്ല അക്ഷരത്തെറ്റും വന്നായിരിക്കും സാർ. അതെന്നാ പറഞ്ഞേ? നിങ്ങൾ ഈ ഓഫീസിലൊക്കെ അപേക്ഷയൊക്കെ തരുമ്പോ അക്ഷരത്തെറ്റൊന്നും വരാൻ പാടില്ല. അക്ഷരത്തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോയില്ലേ? ഇതിപ്പോ മഴ വിഴുങ്ങിയതാ. മഴ വിഴുങ്ങിയ ആള് മരിച്ചു പോവില്ലേ? പിന്നെ ഓപ്പറേഷൻ. അതൊന്നും തിരുത്തിയാ പോരെ? അതെങ്ങനെ ശരിയാവാനാ? ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് പോയില്ലേ, ഇനി തിരുത്താനൊന്നും പറ്റില്ല. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. വരണ്ട്. അല്ല, നിങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ റേഷൻ കാർഡിന്റെ ഫോട്ടോ സെറ്റ് വെച്ചിനോ? ഈ റേഷൻ കാർഡ് ഏടുള്ളതാ? വീട്ടിലാന്ന് മനസ്സിലാകാ. വീട് എവിടെയാന്നാ ചോദിക്കണേ? എറണാകുളം. നിങ്ങളിപ്പോ താമസിക്കുന്ന എവിടെയാ? ഞങ്ങള് താമസിക്കുന്നത് തൃശ്ശൂരാണ്, നാടാണ് ഇവിടെ എറണാകുളത്ത്. അതെ, റേഷൻ കാർഡ് എറണാകുളത്തല്ലേ? അതെ. പോയില്ലേ? എറണാകുളത്ത് റേഷൻ കാർഡുള്ള ആള് ഇവിടെ തന്നെ സഹായത്തിന് വന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എറണാകുളത്തുള്ളവര് എറണാകുളത്തെ കാരുണ്യം പോയിട്ട് കൊടുക്കാം കേട്ടോ. സാറേ, എനിക്ക് ജോലി ഇവിടെയാണ്, അതുകൊണ്ടാണ് നമ്മൾ. അതുകൊണ്ട് കാര്യമില്ലെന്ന് സാറേ. ഇതിപ്പോ ഈ റേഷൻ കാർഡ് ഇങ്ങോട്ട് മാറ്റിയാ പറ്റുമോ? റേഷൻ കാർഡ് മാറ്റിലൊന്നും നടക്കില്ല. അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്ന് നാളെ നടക്കുന്ന പണിയല്ലത്. ഒരു എളുപ്പ വഴിയുള്ള എന്താണെന്നറിയോ? നിങ്ങൾ ഈ അപേക്ഷ എറണാകുളത്തെ കാരുണ്യന്റെ ഓഫീസിൽ കൊണ്ട് കൊടുക്കുക. നമ്മൾ വേണമെങ്കിൽ ഒരു കവറിൽ ലെറ്റർ തരാം. അതൊന്നും പറ്റില്ല സാറേ. അപ്പോഴും വേറെ പ്രശ്നമുണ്ട്. ഇവർ ലെറ്ററിന്റെ കൂടെ റെക്കമെൻഡേഷൻ ലെറ്റർ അറ്റാച്ച് ചെയ്തിട്ടില്ലേ? അത് തരാ. അത് ആരുതന്നെ? അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. അതാണ് പ്രശ്നം. അതെന്താണെന്നറിയാമോ? ഇപ്പോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആണല്ലോ ഇപ്പൊ ഈ റെക്കമെൻഡേഷൻ ലെറ്റർ തന്നത്. അത് അദ്ദേഹം തന്നത് നമ്മുടെ ഇവിടെ തൃശ്ശൂർ കാരുണ്യയിൽ തരാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനം നമ്മൾ എറണാകുളത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരെടുക്കൂ? ഇല്ല, അവരെടുക്കില്ല. അത് തിരിച്ചയക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ആ സംഗതി കിട്ടാതെ വരും. നിങ്ങളപ്പോ ആദ്യം ചെയ്യേണ്ടത് നേരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടുത്ത് പോയിട്ട് ഇത് ഇവിടേക്കല്ല വേണ്ടത്, ഇത് എറണാകുളത്തേക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് തിരുത്തി വായിക്കണം. അതേ നടക്കുള്ളൂ. വേഗം ചെല്ലി. വേഗം പോക്കോ, വേഗം പോക്കോ. ഇപ്പൊ പോയാൽ ലിമിറ്റഡ് കിട്ടും KSRTCന്റെ. ചെല്ലി. ഒന്നും നടക്കൂല. നടക്കുകയാണെങ്കിൽ നമ്മൾ നടത്തി തരില്ലേ? അല്ല അല്ല, അതെ, പോകാൻ പറ്റേ. ആ റെക്കമെൻഡ് ലെറ്റർ കൊണ്ടോണ്ടേ ഒന്നും മേടിക്കാണ്ട് പോവുക. അതെ തന്നെ. ആ കാരുണ്യത്തിന്റെ വായിക്കും മഞ്ഞു ഉറങ്ങിയാണ്ടല്ലോ. അപ്പോ നമ്മൾ എവിടെ നിർത്തിയത്? കാരുണ്യത്തിന്റെ എന്തോ കാരുണ്യം കരുണ പറ്റിയ വാക്കുകളാണ്. എഴുതി വെക്കാൻ മാത്രമുള്ള ഒരു അസ്തിത്വമാണത്. പ്രതീക്ഷയുടെ വെറും വാക്കുകൾ. കുമിളകൾ നേടിയാൽ മതിയായി. ഏത് നിമിഷം പൊട്ടിത്തെറിക്ക. അതെ, മെഡിക്കൽ സൂപ്രണ്ട് സുഗതനാണ്. താനോ? എനിക്കതൊന്നും അറിയണ്ട. കേട് വന്ന ചെയറുകളെല്ലാം നാളെ 10 മണിക്ക് മുമ്പ് ശരിയാക്കണം. ഇല്ലെങ്കിൽ തന്നെയൊക്കെ ഞാൻ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഡെയിലി ബേസിന് ആളെ വെക്കും ഞാൻ. എന്ത്? അതേപോലെ കേശവാലിറ്റിയുടെ മുമ്പിൽ പാർക്കിംഗ് സൗകര്യം ശരിയാക്കാൻ പറഞ്ഞിട്ട് താൻ ചെയ്തോ? അവിടെ എന്തോരം ജനങ്ങളെ കംപ്ലൈന്റ് പറയുന്നറിയോ? എന്ത്? താനൊരു എക്സ്ക്യൂസും പറയണ്ട, ഒന്നും പറയണ്ട. ചെല്ലണോ? എങ്ങനെയാ ചെല്ല്? സാറേ, ഞങ്ങള് തൃശ്ശൂർ
എറണാകുളത്തിന്റെ ഇയാളെ എന്താ പറഞ്ഞൊന്ന് വായ തുറന്ന് പറയടോ. തൃശ്ശൂർ കാരുണ്യം ഇയാളുടെ വായനെന്താ പണം തിരിഞ്ഞു വെച്ചിട്ടാ? അല്ല സാറേ, അതെ പറയണ്ട പറയാ, അല്ലെങ്കിൽ സമയം എടുക്കാതെ പോർന്നു. തൃശ്ശൂർ അല്ല, ഞങ്ങള് കാരുണ്യം. ഒന്ന് പോടോ. പിന്നെ വരാം സാർ. നീ പറഞ്ഞു സാറേ, എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ ഇവിടെ തീരുമാനിച്ചേക്കുവാ. അന്ന് വന്ന് ഓപ്പറേഷൻ ചെയ്തോളൂ. അതിനെന്താ? അതല്ല, ഈ കാരുണ്യയുടെ ധനസഹായം കിട്ടണമെങ്കിലേ എറണാകുളത്ത് വേണം ഓപ്പറേഷൻ. അതെന്തിനാ എറണാകുളത്ത് ഓപ്പറേഷൻ? ഞങ്ങളുടെ റേഷൻ കാർഡ് അവിടെയാണ്. അതിങ്ങോട്ട് എടുത്തിട്ട് കൊടുത്താ പോരെ? അല്ല, ഞങ്ങള് റേഷൻ കാർഡ് പേരവിടെയാണ്. അപ്പൊ കാരുണ്യെന്ന് പൈസ കിട്ടണമെങ്കിൽ അവിടെയാണ് ഓപ്പറേഷൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ റേഷൻ കാർഡ് മാറ്റിയിട്ടില്ല? പിന്നെന്തിനാണ് നിങ്ങൾ ഇവിടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത്? ഞങ്ങള് തൃശ്ശൂർ താമസിക്കണം. പിന്നെന്തിനാണ് എറണാകുളത്തേക്ക് മാറ്റണത്? സാറേ, ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോ അച്ഛന് വയ്യാതെ വന്നപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഓപ്പറേഷൻ തീരുമാനിച്ച്. പക്ഷെ പൈസ കിട്ടണമെങ്കിൽ ഇനിയിപ്പോ എറണാകുളത്ത് പോണം. ഇവിടെ ഓപ്പറേഷൻ ഒന്നും വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഒപ്പിടിക്കുക, പിന്നെ പെട്ടെന്ന് വന്നിട്ട് എറണാകുളത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒപ്പിടിക്കുക. എന്താ കളിപ്പിക്കുന്ന? ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇല്ലേന്നോ? ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് സമയം എടുത്താൽ പോ. സാർ, അതല്ല, പൈസ പോവാനല്ലേ പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അവിടെ അങ്ങോട്ട് വാ. ആ പേപ്പർ കണ്ടതാ. ഓരോരുത്തരും ഓരോ പേപ്പർ മേടിച്ച് ഒപ്പിട്ട് കൊടുക്കുമ്പോ സമാധാനത്തോടെ മതിയെന്ന് കരുതി. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെ ആവും. ഞങ്ങൾ ഇന്നിത് എറണാകുളത്ത് കൊടുത്താൽ മതിയല്ലോ. എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കണോ? ചെല്ല്. സാറ് വലിയ ഉപകാരം. പറഞ്ഞല്ലോ, നന്ദിയൊന്നും വേണ്ട, പോ. ഗുളിക കഴിച്ചിട്ടില്ല, അതായിരിക്കും. ഗുളിക എവിടെ ഇരിക്കണം? അവിടെ. രാഘവൻ, അമ്മോന ഇതാണോ രാഘവൻ? എന്താ പ്രശ്നം? ഹാർട്ടിന്റെ സാറേ, അതെന്തോ ആട്ടിറച്ചി എന്നിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടാണിത്. ഹാർട്ടിന്റെ ഹൃദയം ഹൃദയത്തിന്റെ തകരാറുണ്ടോ? ബൈപ്പാസ് വേണ്ടി. ബൈപ്പാസ് വേണം. മെഡിക്കൽ കോളേജ്. അത് ഇതിനകത്തുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ അസുഖം വരുന്നതിന് മുമ്പ്, കണ്ടെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ലക്ഷണങ്ങൾ വല്ലതും തോന്നിയിരുന്നോ? ലക്ഷണം എന്ന് വെച്ചാൽ അമ്മോന്റെ ഈ ഇടത്തേത്തോളം ഈ ഭാഗത്തായിട്ട് ചെറിയ വേദന തുടങ്ങിയതാണ്. ചെറുതായിരുന്നു, പിന്നെ അതിങ്ങനെ കൂടി വന്നപ്പോഴത്തേക്കാണ് ഡോക്ടറെ പോയി. ഇടത്തെ തോളിൽ സാറിപ്പോ കൈവച്ചാണ് ആ ഭാഗത്ത്. ഇവിടെ വേദന വരും അല്ലേ? പിന്നെ ഇതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിയുമ്പോ എന്തെങ്കിലും കഴപ്പോ തരിപ്പോ അങ്ങനെ ക്ഷീണോ എന്തെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വേറെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും? ചുമയുണ്ടായിരുന്നല്ല, അല്ല കുത്തിയുള്ള ചുമയുണ്ടായിരുന്നു. സാറേ, ഏകദേശം ഇതുപോലത്തെ ചുമയാണ് അമ്മാവൻ തുടങ്ങിയത്. ആദ്യം ചുമയുണ്ടായിരുന്നു, പിന്നെ രാത്രിയൊക്കെ ആകുമ്പോ ഉറക്കം ഉണ്ടായിരുന്നില്ല. ഉച്ചയായി ഞാൻ ലീവ് എടുക്കും. അത് അപേക്ഷ ഒന്ന് നോക്ക്, അപ്പൊ അവങ്ങളെ നടത്തണ്ടായിട്ട്. ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സാറ് കൃത്യമായിട്ടൊരു പരിശോധന നടത്തണ നല്ലതാണത്. പേപ്പർ പരിശോധിക്കാം. അതെ, എങ്ങനെയാ വന്നത്? ബസ്സിനാ? ഓട്ടോറിക്ഷക്ക് കൊണ്ടുപോയിക്കൊന്ന് ബസ്സിൽ കയറ്റിട്ടാണ്. സർക്കാർ ആശുപത്രി ആയത്. ഒന്നും ഉണ്ടായിരിക്കും സാറെന്ന്. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പോയി പരിശോധിക്കും. ദിവസവും വന്ന് ഇങ്ങനെ ഇരുന്ന് കാണിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. നമ്മുടെ ചന്ദ്രൻ സാറിന് എന്താ പറ്റിയത്? നമ്മുടെ സാറിന് മുമ്പ് ഈ സീറ്റിലിരുന്നില്ലേ ചന്ദ്രൻ സാറ്?
പുള്ളി വെറുതെ ഇങ്ങനെ ഉള്ളം കൈ ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, കുഴഞ്ഞു വീണ് അങ്ങോട്ട് മരിച്ച്. അറ്റാക്കായിരുന്നു. ആ കൊഴപ്പുണ്ടാ? സാറ് കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ ബലത്തിൽ കാണിക്കേ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ മുഖമൊക്കെ അങ്ങോട്ട് കാണിക്കും. ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണം. വെറുതെ ഇരിക്കണ നേരത്തൊക്കെ ഇങ്ങനെ കാണിക്കണം. അപ്പൊ പ്രഷർ വരും, ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കും. മനസ്സിലായി? ഇങ്ങനെ നല്ല ബലത്തില് ഒന്നും മൈൻഡ് ചെയ്യണ്ടട്ടെ എന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നു. സുഖമില്ലേ? ആ ഞങ്ങൾ ഈ കാരുണ്യയുടെ സഹായത്തിനുള്ള ഒരു അപേക്ഷ. ശരി. ആർക്കാ അസുഖം? അച്ഛനാണ്, ഇവളുടെ അച്ഛനാണ്. ശരി. എന്താ അസുഖം? വയറ്റില് മുഴയിട്ടെ. അതെ, അച്ഛന് എന്താ പറ്റുന്ന പറഞ്ഞ വയറ്റില് മുഴയുടെ ഒരു ഇതിന് വേണ്ടി. അതെ, ഇവിടെ ഇരിക്കും. അതെ, അച്ഛന് ഈ വയറ്റില് മുഴയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചേ? അത് സ്കാൻ ചെയ്തപ്പോ അറിഞ്ഞു. നേരത്തെ എന്തെങ്കിലും അതിന്റെ ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ലക്ഷണങ്ങൾ എന്തെങ്കിലും? അത് അച്ഛനിങ്ങനെ എന്ത് കഴിച്ചാലും ഇങ്ങനെ തകിട്ടി വരും. ഗ്യാസ് ട്രബിൾ ഉള്ള പോലെ, ഏമ്പക്കം. ഇതുപോലെ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലോ? പിന്നെ ഇപ്പം ഈ എരിവെള്ളം എന്തെങ്കിലും കഴിച്ചാൽ അപ്പൊ തന്നെ ഛർദിക്കും, വൊമിറ്റ് ചെയ്യും. സാറിന് വേറെ പണിയൊന്നുമില്ല ഈ വരണവരും പോണവരുടെ അസുഖം ചോദിക്കാൻ? അവര് ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. സാർ ആ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാ പോരെ? അതല്ല, നമ്മളൊന്നും അറിഞ്ഞിരിക്കണമല്ലോ നമ്മുടെ ഒരു മനസ്സമാനത്തിന്. ചുറ്റും അസുഖമല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അസുഖത്തെ കുറിച്ച് ബോധവാനാവണം. അതാ ഇത് ഞങ്ങൾക്ക് എന്ന് കിട്ടും. ഇത് ഞാൻ നോക്കട്ടെ. ഇതിപ്പോ അച്ഛനെ നിങ്ങള് ട്രീറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് തൃശ്ശൂരാണല്ലേ? തൃശ്ശൂരാണ്. ഓ, ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താണ് സാറേ? നിങ്ങളുടെ റേഷൻ കാർഡ് എറണാകുളം ജില്ലയാണ്. അല്ല, ഞങ്ങളുടെ നാട് എറണാകുളത്താണ്. ഞങ്ങളിപ്പോ അവിടെ വാടകയ്ക്ക് താമസിക്കണാണ്, തൃശ്ശൂർ. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവിടുന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ഞങ്ങൾ ഇതോടെ കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞ അവിടെ നിങ്ങളുടെ റേഷൻ കാർഡുള്ള സ്ഥലത്ത് കാണിക്കണോന്ന് പറഞ്ഞു. അവർക്ക് അറിയാലോ അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാണത്. അവർക്ക് അറിയാലോ തൃശ്ശൂരിൽ നിന്നേ കിട്ടുള്ളൂ എന്ന്. റേഷൻ കാർഡ് ഇവിടെ അത് തൃശ്ശൂർ കൊടുക്കണം. അതെ, ഒരു കാര്യം ചെയ്താൽ മതി ചേട്ടാ. ഇപ്പൊ ഈ എറണാകുളത്തുള്ള റേഷൻ കാർഡ് ഇല്ലേ, അത് തൃശ്ശൂരേക്ക് മാറ്റാൻ വേണ്ടിട്ട് അവിടുത്തെ സപ്ലൈ ഓഫീസിൽ അപേക്ഷ കൊടുക്കണം. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടും. അതാ നല്ലത് കേട്ടോ സാർ. ഇനി അതിനൊന്നുള്ളൊരു സമയമില്ലാത്തോണ്ടാണ് സാർ. ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? അതെ ബ്രദറെ, നമുക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സർക്കാരിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുമോ? എന്റെ പൊന്ന് ചേട്ടാ, ഞങ്ങൾക്ക് ചെയ്യണമെന്നും സഹായിക്കണമെന്നുണ്ട്. ഇത് കണ്ട, ഈ ജില്ലയിലെ കളക്ടറുടെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരുടെ ആപ്ലിക്കേഷനാണിത്. എല്ലാവരും രോഗികളാണ്. ഇവർക്കൊക്കെ ഈ ജില്ലയിൽ നിന്ന് തന്നെ ആനുകൂല്യം കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ മറ്റു ജില്ലയിലേയും കൂടി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങളെ ഇപ്പോ ഇനിയും വൈകിക്കാതെ ഈ കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തൃശ്ശൂർ അപേക്ഷ കൊടുത്ത് റേഷൻ കാർഡ് അങ്ങോട്ട് മാറ്റാൻ നോക്ക്. എല്ലാം നടക്കും, വളരെ പെട്ടെന്ന് നടക്കും കേട്ടോ. അച്ഛൻ വെള്ളം പോലെ ഇറക്കണില്ല, അതാണ്. അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും കുട്ടി. നിങ്ങൾ സമയങ്ങളിൽ അച്ഛനെ ഇനിയിട്ട് വേദനിപ്പിക്കണ്ട. നേരെ തൃശ്ശൂരേക്ക് വിട്ടോ, ചെന്നാട്ടെ. അതെ, അച്ഛന് തൊണ്ടവേദന വല്ലതും ഉണ്ടോ? തൊണ്ടവേദന വയറുവേദന മാത്രമേ ഉള്ളൂ. ഇല്ല അല്ലേ? ഓ, അപ്പൊ ഈ തൊണ്ടവേദന ഏത് അസുഖത്തിന്റെ ലക്ഷണമായിരിക്കും? അവര് പോട്ടെ സാറേ, നിങ്ങൾ പോന്നു. തൊണ്ടവേദന ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ, ഒന്നുമില്ല. തൊണ്ടവേദന ഇല്ലല്ലോ, സമാധാനമായി. പൊക്കോളൂ, തൃശ്ശൂർ പൊക്കോളൂ കേട്ടോ. വൈകില്ലേ പാവച്ചൻ. ചേട്ടാ, പോണ വഴി നമ്മുടെ ജില്ലയിൽ നിന്ന് 2-3 കാരുണ്യ ടിക്കറ്റ് എടുത്തോണ്ട് പോയിക്കോ. പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു ഫണ്ടാണിത്, ടിക്കറ്റ് ലോട്ടറി. അപ്പൊ ഈ തൊണ്ടവേദന ഏത് അസുഖത്തിന്റെ ആയിരിക്കും? തൊണ്ട സിസർ വലിക്കണവർക്ക് ക്യാൻസർ ഒക്കെ വരാൻ തൊണ്ടവേദനയാണ് തുടക്കം. ഞാൻ സിഗരറ്റ് വലിക്കില്ലല്ലോ. അത് വലിക്കണമെന്നില്ല. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്ന് നിൽക്കുമ്പോ വലിച്ചു കയറ്റുമല്ലോ വേറെ വരി. അതിന്റെ ശ്വാസം കിട്ടിയാലും മതി. അങ്ങനെ വരുമോ? എന്റെ അളിയും ഭയങ്കര സിഗരറ്റ് വലിയ, അതിന്റെ പുക അടിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ. എനിക്കത് ഇഷ്ടമില്ല. അത് വെച്ചിട്ട് എനിക്ക് പ്രശ്നം വരുമോ? ക്യാൻസർ ഇപ്പൊ എല്ലാവർക്കും വരാല്ല. അതിന്റെ കൂടി ഒന്ന് നോക്കിയാല് സാർക്ക്. അതെ,
ഞാൻ ഇനി വൈകില്ല, ഇനി ഇരുന്ന ചിലപ്പോൾ ശരിയാവില്ല. ഞാനൊന്ന് ഡോക്ടറെ കാണാം. ഇത്തിരി വെള്ളം കുടിക്കും. വെള്ളം പോണ്ട മോളെ, ഛർദിക്കുന്നേ. അച്ഛ അങ്ങനെ പറഞ്ഞു ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാണ്? ഇത്തിരി കുടിച്ചാ അങ്ങോട്ട്, ഇത്തിരി കുടിക്ക്. ഓപ്പറേഷൻ ഉടനെ നടക്കുമോളെ? ആ വേഗം നടത്താട്ടെ ഓപ്പറേഷൻ. റേഷൻ കാർഡൊക്കെ ഇങ്ങോട്ട് മാറ്റി കിട്ടി. തൃശ്ശൂർ ഓഫീസിൽ പിന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവരത് ലോട്ടറി ഡയറക്ടറൊക്കെ അയച്ചിട്ടുണ്ടേ. 2 ദിവസം കൊണ്ട് കിട്ടും നമുക്ക് കാശ്. ഇനിയിപ്പൊ അത് കിട്ടിയില്ല അച്ഛൻ പേടിക്കണ്ട. എങ്ങനെയെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഈ ഓപ്പറേഷൻ നടത്തും. അച്ഛൻ പേടിക്കണ്ട കേട്ടാ. നിങ്ങൾ വല്ലതും കഴിച്ചാ? കഴിച്ചോളാം, ഞങ്ങള് കഴിച്ചോളാം. നമ്മുടെ കാര്യത്തിലാണ് ഇപ്പോഴും ശ്രദ്ധ. തടകുമോളെ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛൻ കിടന്നോ, ഉറങ്ങിക്കോ. എണീറ്റിട്ട് എന്തെങ്കിലും കഴിക്കണോട്ടെ.